നമസ്കാരം, ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഊരൂട്ടമ്പലം എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ ഊരൂട്ടമ്പലം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. ആദ്യം ഊരൂട്ടമ്പലം എന്ന പേര് എങ്ങനെ കിട്ടി എന്ന് പരിശോധിക്കാം. 8 വീട്ടിൽ പിള്ളമാരുടെ ആക്രമണം ഭയന്ന് ഊടുവഴികളിലൂടെ സഞ്ചരിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരിക്കൽ ഊരൂട്ടമ്പലം എന്ന സ്ഥലത്ത് എത്തിയെന്നും ഊരൂട്ടമ്പലത്തുള്ള വഴിയമ്പലത്തിൽ വിശ്രമിച്ചെന്നും അവശനായി കണ്ട രാജാവിന് ഒരാൾ കുടിക്കാനായി ഇളനീര് നൽകിയെന്നും ഇളനീര് കുടിച്ച രാജാവിന് ഉയിർ വീണെന്നും അങ്ങനെ ആ വഴിയമ്പലത്തിന് ഉയിരിട്ട അമ്പലം എന്ന പേര് കിട്ടിയെന്നും അത് പിന്നെ ദേശനാമമായി മാറി എന്നുമാണ് നാട്ടിൽ പ്രചരിക്കുന്ന കഥ. കഥ അങ്ങനെ തന്നെ തുടരട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഊരുകാർ, അതായത് ഗ്രാമവാസികൾ, ഊട്ടും പാട്ടും നടത്തിയ സ്ഥലമാണ് ഊരൂട്ടമ്പലം. പണ്ടുകാലത്ത് പച്ചപ്പന്തലിട്ട് കളമെഴുതി അതിനുള്ളിൽ പീഠം വെച്ച് ദേവിയെയും തമ്പുരാനെയുമൊക്കെ ആരാധിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ വിധം ഉലകുടയ തമ്പുരാനെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയിരുന്ന പ്രദേശമാണ് ഊരൂട്ടമ്പലം. തമ്പുരാൻ പാട്ടുകാരുടെ കണ്ണി ഇനിയും ഇവിടെ പേരറ്റിട്ടില്ല. ഊരൂട്ടമ്പലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ പ്രധാനം കണ്ടള ലഹള തന്നെയാണ്. അവകാശ സംരക്ഷണത്തിനായി അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ മണ്ണ്. 1915 സംഭവം. പൊതുവിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ട് അയ്യങ്കാളി 1901 പുറജാതി കുട്ടികൾക്ക് പ്രവേശനം ആവശ്യപ്പെട്ട് പല സ്കൂളുകളെയും സമീപിച്ചു. എന്നാൽ സവർണർ ഈ ആവശ്യം നിരാകരിച്ചു. സർക്കാരിൽ നിവേദനങ്ങൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ 1904 പുറജാതി കുട്ടികൾക്കായി വെങ്ങാനൂരിൽ ഒരു സ്കൂൾ ആരംഭിച്ചു. ഈ ശ്രമത്തെയും സവർണർ പരാജയപ്പെടുത്തി. അവർ സ്കൂൾ ഷെഡിന് തീവച്ചു. നിരാശനായ അയ്യങ്കാളി നിവേദനങ്ങളുമായി വീണ്ടും കയറിയിറങ്ങി. നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് 1907 വിദ്യാഭ്യാസ അവകാശം അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. അതുകൊണ്ടും കാര്യമായ പ്രയോജനമുണ്ടായില്ല. ഒടുവിൽ അവകാശ പോരാട്ടങ്ങൾക്കായി അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. സംഘത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് 1910 വിദ്യാഭ്യാസ അവകാശ ചട്ടം കർശനമായി നടപ്പാക്കാൻ സർക്കാർ ഉത്തരവുണ്ടായി. എന്നിട്ടും സവർണർ ഇതുമായി സഹകരിച്ചില്ല. അയ്യങ്കാളി വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോയി. ഒടുവിൽ നിയമം നടപ്പാക്കാൻ സർക്കാർ അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായ മൈക്കിൾ സാഹിബിനെ ചുമതലപ്പെടുത്തി. വെങ്ങാനൂരിലുള്ള സ്കൂളിൽ കുട്ടികൾക്ക് പ്രവേശനം നടത്താനായി മൈക്കിൾ സാഹിബ് എത്തി. പ്രവേശന നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ സംഘടിച്ചെത്തിയ സവർണർ ഇതിനെ എതിർത്തു. തുടർന്ന് അക്രമമായി. മൈക്കിൾ സാഹിബ് എത്തിയ ജീപ്പ് അവർ കത്തിച്ചു. അങ്ങനെ ആ ഉദ്യമവും പരാജയപ്പെട്ടു. മാത്രമല്ല, സവർണ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും അധ്യാപകർ പണിമുടക്കുകയും ചെയ്തതോടെ സ്കൂളിൻ്റെ പ്രവർത്തനം തന്നെ നിലച്ചു. മറ്റു സ്കൂളുകളാകട്ടെ പരമാവധി വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചതായി വ്യാജരേഖയുണ്ടാക്കി പുറജാതി കുട്ടികളുടെ പ്രവേശനം നിഷേധിച്ചു. വീണ്ടും അയ്യങ്കാളി പരാതിയുമായി സർക്കാരിന് മുന്നിലെത്തി. പുറജാതിക്കാർക്ക് മാത്രമായി വെങ്ങാനൂരിൽ ഒരു സ്കൂൾ തുറക്കാൻ ധാരണയായി. അന്ന് ഒരു സ്കൂൾ അധ്യാപകന് മാസം 6 രൂപയായിരുന്നു ശമ്പളം. എന്നാൽ പുറജാതിക്കാരെ പഠിപ്പിക്കുന്ന അധ്യാപകന് 9 രൂപ ശമ്പളം നൽകാൻ സർക്കാർ സന്നദ്ധമായി. പക്ഷേ അധ്യാപകനെ കണ്ടെത്തേണ്ട ചുമതല അയ്യങ്കാളി ഏറ്റെടുക്കേണ്ടി വന്നു. സവർണരാരും ഈ ഉദ്യോഗം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അയ്യങ്കാളി മഹാകവി കുമാരനാശാനെ ചെന്നു കണ്ടു. പ്രശ്നപരിഹാരത്തിനായി അദ്ദേഹം ഇടപെട്ടു. സവർണനും പുരോഗമന ചിന്താഗതിക്കാരനുമായ കൈതമുക്ക് സ്വദേശി പരമേശ്വരൻ പിള്ളയെ പുറജാതിക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി അദ്ദേഹം ഏർപ്പാടാക്കി കൊടുത്തു. ഈ തീരുമാനം പരമേശ്വരൻ പിള്ളയ്ക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. സവർണർ ഒന്നടങ്കം എതിർത്തു. പല കോണിൽ നിന്നും ഭീഷണികൾ ഉയർന്നു. ഒടുവിൽ പരമേശ്വരൻ പിള്ളയ്ക്ക് അയ്യങ്കാളിപ്പട കാവൽ നിന്നു. അദ്ദേഹത്തെ സംരക്ഷണ വലയം തീർത്ത് അവർ സ്കൂളിലെത്തിച്ചു.
നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അന്നും സ്കൂളിന് നേരെ ആക്രമണമുണ്ടായി. സവർണർ പുതുതായി കെട്ടിയ ആ ഷെഡും തീവെച്ച് നശിപ്പിച്ചു. സർക്കാർ ഇടപെടൽ കൊണ്ടൊന്നും കാര്യം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ അയ്യങ്കാളി പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചു. തൊഴിലാളികൾ പാടങ്ങളിൽ നിന്നും കരകയറി. അതോടെ ജമ്മിമാർ കഷ്ടത്തിലായി. ചിലർ സ്വയം പണി ഏറ്റെടുത്തെങ്കിലും അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ആയില്ല. സമരത്തെ തുടർന്ന് ഏക്കർ കണക്കിന് പാടങ്ങൾ തരിശായി കിടന്നു. ഒടുവിൽ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടു. സമരക്കാരുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു. ഒടുവിൽ 1914 മെയ് മാസത്തിൽ സമരം പിൻവലിച്ചു. എന്നാൽ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല. പുറജാതി വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രവേശനം വീണ്ടും സവർണർ തടഞ്ഞുകൊണ്ടേയിരുന്നു. ഗത്യന്തരമില്ലാതായപ്പോൾ സമരം തുടരാൻ വീണ്ടും അയ്യങ്കാളി തീരുമാനിച്ചു. ഒത്തുതീർപ്പിനെത്തിയ നാഗപ്പൻ പിള്ളയുടെ നാട്ടിൽ നിന്ന് തന്നെ സമരം ആരംഭിച്ചു. കണ്ടളപ്പകുതിയിലെ സർക്കാർ സ്കൂളായ ഊരുട്ടമ്പലം സ്കൂളിൽ അന്ന് വരെ പുറജാതിക്കാർക്ക് ആർക്കും തന്നെ പ്രവേശനം നൽകിയിരുന്നില്ല. പൂജാരി അയ്യൻ്റെ മകൾ പഞ്ചമിയും കൂട്ടി അയ്യങ്കാളി സ്കൂളിലെത്തി. പ്രവേശനം ആവശ്യപ്പെട്ടു. സ്കൂൾ അധികൃതർ പ്രവേശനം നിഷേധിച്ചു. അയ്യങ്കാളി സമരത്തിനായി വരുന്ന വിവരമറിഞ്ഞ് സവർണർ സംഘടിച്ചെത്തി. അയ്യങ്കാളി പഞ്ചമിയെ ബലമായി സ്കൂളിൽ പ്രവേശിപ്പിച്ചു. സവർണരായ അധ്യാപകരും വിദ്യാർത്ഥികളും കൂട്ടമണിയടിച്ച് സ്കൂളിൽ നിന്നും ഇറങ്ങിയോടി. ഈ സമയം പുറത്ത് സംഘടിച്ചു നിന്ന സവർണർ സ്കൂളിലേക്ക് ഇരച്ചു കയറി. പിന്നെ സംഘർഷമായി. യുദ്ധസമാനമായ രംഗങ്ങൾ. സ്കൂൾ കെട്ടിടത്തിന് അവർ തീവച്ചു. ഈഴവരും കമ്മാളരും സവർണർക്കൊപ്പം കൈകോർത്തു. അക്രമം മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. പെരുമ്പഴുതൂർ, മാരായമുട്ടം, കുന്നത്തുകാൽ, ധനുവച്ചപുരം, വെങ്ങാനൂർ പ്രദേശങ്ങളിൽ അക്രമം പടർന്നു. നിരവധി കുടിലുകൾ അഗ്നി വിഴുങ്ങി. കുട്ടികൾക്കും സ്ത്രീകൾക്കുമടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. സംഘർഷം ശമിക്കാൻ ഒരാഴ്ചയോളം വേണ്ടിവന്നു. കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ അവകാശ സമരത്തിന് അന്ന് ഊരുട്ടമ്പലം സാക്ഷ്യം വഹിച്ചു. സാമൂഹ്യ പരിവർത്തനത്തിനായുള്ള ഒട്ടേറെ സംഘടിത സമരങ്ങൾ ഇതിനെ തുടർന്ന് കേരളത്തിൽ അരങ്ങേറി. കൊല്ലവർഷം 1990 നടന്ന ഈ സമരം 90-ാം ആണ്ട് സമരമെന്ന് ചരിത്രം രേഖപ്പെടുത്തി. ചിലർ പുലയ ലഹള എന്ന് വിളിച്ചു. മറ്റു ചിലർ കണ്ടള ലഹള എന്ന് വിളിച്ചു. അന്ന് അഗ്നി വിഴുങ്ങിയ ആ സരസ്വതി ക്ഷേത്രം ഇന്നും ഊരുട്ടമ്പലത്ത് തല ഉയർത്തി നിൽക്കുന്നു. ഹൈടെക് പദവിയോടെ അയ്യങ്കാളിയുടെ നാമവും പേറി, പഞ്ചമിയുടെ നാമവും പേറി. പിന്നിട്ട വഴികളിലെ കറുത്ത ഏടായി, കരുത്തിൻ്റെ ഏടായി. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.